ഒരു മുംബൈയിലെ അലീനയുടെ രഹസ്യം വൈജയന്തിയെ അറിയിക്കുന്ന മനുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ നമ്മുടെ മനുവും ശിവനും കമലയും പെങ്ങളും കൂടാതെ വൈജയന്തിയും ഇരിക്കുന്ന സമയം വൈജയന്തിയാണെങ്കിൽ അലീന നിന്നോടൊരു വാക്ക് പോലും പറയാതെയല്ലേ ഇവിടുന്ന് പോയത്, അവൾക്ക് നിന്നോട് അത്ര തന്നെ വിലയുള്ളൂ, ആ ബാലചന്ദ്രൻ്റെ മകളല്ലേ, നന്ദിയില്ലാത്തവളാ അവളും എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ സഹോദരി പറയുന്നുണ്ട്, ആൻറ്റി എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ബാലചന്ദ്രൻ്റെ മകളായതുകൊണ്ടാണ് അവൾക്ക് ഈ ധാർഷ്ട്യവും ഇതൊക്കെ എന്ന് പറയുന്നു. അല്ല, അലീന ചേച്ചി ബാലചന്ദ്രൻ്റെ മകളല്ലെങ്കിൽ ആൻറ്റി പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുമോ എന്ന് ചോദിക്കുന്നു. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്, അലീന ബാലചന്ദ്രൻ്റെ മകളല്ലേ എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പെങ്ങളൂട്ടിയാണെങ്കിൽ പതിയെ പറയുന്നുണ്ട്, അത് സത്യം തന്നെയാണ്. അതായത് ബാലചന്ദ്രൻ അങ്കളും അലീന ചേച്ചിയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, അവർ അച്ഛനും മകളുമല്ല എന്ന് പറയുന്നു. ഇതേ സമയം വൈജയന്തി ഒന്ന് ഞെട്ടുന്നത് കാണാനായിട്ട് കഴിയുന്നു. അപ്പോഴാണെങ്കിൽ വൈജയന്തിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്ത് നീ പറയുന്നത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. കമലയും ചോദിക്കുമ്പോൾ, അതെ ഞാൻ പറയുന്നത് സത്യമാണ്, ഇവിടെ അച്ഛനൊക്കെ അറിയാലോ അത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വൈജയന്തിയാണെങ്കിൽ പതിയെ ശിവനെ വിളിച്ച് മാറ്റി നിർത്തുന്നു. അതിനുശേഷം ചോദിക്കുന്നു, ശിവേട്ട അതായത് കൊച്ചു പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും നിനക്ക് നിൻ്റെ ഭർത്താവിന് വിശ്വാസമുണ്ടോ, നീ നിൻ്റെ ഭർത്താവിനെ വിശ്വസിക്കുന്നുണ്ടോ, സത്യം എങ്കിൽ അത് ബാലചന്ദ്രൻ്റെ മകളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു, അതായത് ഞാൻ അങ്ങനെ ബാലചന്ദ്രൻ വഴിതെറ്റിപ്പോകുമെന്ന് ഒരിക്കലും വിശ്വസിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ബാലചന്ദ്രൻ അലീനയുടെ അച്ഛനല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ടാണോ വൈജയ് നീ ആ വീട് വിട്ടിറങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ, ബാലചന്ദ്രൻ ഉറപ്പ് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ, എൻ്റെ വൈജയ് സത്യം പറഞ്ഞാൽ അവൾ എൻ്റെ മകള് പറഞ്ഞത് തന്നെയാണ് ശരി, ബാലചന്ദ്രൻ്റെ മകളൊന്നുമല്ല അലീന, അത് നീ തിരിച്ചറിയാതെ പോയി എന്ന് പറയുന്നു. കൂടാതെ നിനക്ക് ബാലചന്ദ്രനെ യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ 25 വർഷത്തെ ദാമ്പത്യത്തിനിടയിൽ ഇത്രയും വലിയ അകൽച്ചയും വിള്ളലും ഒക്കെ വന്നത്. സത്യം പറഞ്ഞാൽ നിനക്ക് നിന്നോട് മാത്രമേ ഇഷ്ടമുള്ളൂ വൈജയ് എന്ന് പറഞ്ഞ് ശിവൻ കുറ്റപ്പെടുത്തുന്നത് കാണാനായിട്ട് കഴിയുന്നു. ഇതേ സമയം അപ്പോൾ അലീന ആരാണ്, മനുവിന് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, മനുവിനെല്ലാം ഇതിനെക്കുറിച്ച് അറിയാമെന്ന് പറയുമ്പോൾ വൈജയന്തിയാണെങ്കിൽ മനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്താടാ മനു, നീ എന്നോട് ഈ സത്യം തുറന്നു പറയാഞ്ഞത് എന്ന് ചോദിക്കുന്നു. ആൻറ്റി അലീനയുമായിട്ട് യുദ്ധത്തിനിറങ്ങി തിരിച്ചതല്ലേ, അപ്പോൾ പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ടും ആൻറ്റി വിശ്വസിക്കാനായിട്ട് കൂട്ടായോ, ഇല്ല, സമാധാനമാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി അതും ചെയ്തോ, ഇല്ല, ഇപ്പോൾ ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തേ പറയാത്തത് എന്ന് ചോദിക്കുന്നു. ആൻറ്റിക്ക് ലേശം ഉളുപ്പ് പോലും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുന്നു. എടാ മനു സത്യം പറയടാ, ആരാടാ അലീന എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും മനു ആണെങ്കിൽ വൈജയന്തിയോട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ മകളല്ലെങ്കിൽ പിന്നെ അത് ആരുടെ മകളായിരിക്കും, ആൻറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആൻറ്റിക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ സൂചനയും എല്ലാ തെളിവും ലഭിക്കുമെന്ന് മനു പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം ഞെട്ടിയ വൈജ എന്തോ പെട്ടെന്ന് ഓർത്തെടുക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.